ഹായ് ഹലോ. ഞാൻ എൻ്റെ ഐബ്രോ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് എഴുതുന്നതെന്ന് കാണിക്കാം കേട്ടോ. കൂടുതൽ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒരു ഐബ്രോ പെൻസിലും ഒരു ഐലൈനറും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എല്ലാവരുടെ കയ്യിലും ഇപ്പൊ ഫുൾ മേക്കപ്പ് സെറ്റ് ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഐലൈനറും ഐബ്രോ പെൻസിലൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. നമ്മള് ഇങ്ങനെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഐബ്രോ ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു കേട്ടോ. അപ്പൊ കുറച്ച് ഞാൻ കയ്യിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഐബ്രോ പെൻസിൽ ഒന്ന് അതിലേക്ക് ടച്ച് ചെയ്തിട്ട് നമ്മൾ നേരിട്ട് പുരികത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗത്താണ് നമ്മൾ കുറച്ച് ഡാർക്ക് ആയിട്ട് ചെയ്യുന്നത്. കുറച്ച് ഫ്രണ്ടിലോട്ട് നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ട്, സാധാരണ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യാറുള്ളത്. അപ്പം ഡാർക്ക് വേണ്ടുന്നവർക്ക് നന്നായിട്ട് ഡാർക്കിൽ ചെയ്യാം. നമ്മളിതൊന്ന് ഷേപ്പ് ജസ്റ്റ് വേഗം കഴിയട്ടോ, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നേ ഉള്ളൂ. ആ ഭാഗത്ത് ഇച്ചിരി ലൈറ്റ് ആയിട്ടും കുറച്ച് പിറകോട്ട് കുറച്ച് ഡാർക്ക് ആയിട്ടും, എന്നിട്ട് കൈയിന്റെ വിരലുകൊണ്ട് തന്നെ ഒന്ന് അമർത്തിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും നമ്മളത്. അപ്പൊ അതൊരു ഷേപ്പ് ആയിട്ട് നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് വെച്ചൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതൊരു ഷേപ്പ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ ലൈറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ കുറച്ച് ലൈറ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കുക. ഞാനിങ്ങനെ ആണ് കേട്ടോ കുറച്ച് സിമ്പിളായിട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ വീട്ടമ്മമാരുടെ കയ്യിലൊന്നും ചിലപ്പം എന്താ പറയാ ഐബ്രോ സെറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് എളുപ്പവഴിയിലൂടെ നമുക്ക് ഭംഗിയായിട്ട് ഇരുന്നാൽ മതിയല്ലോ. അപ്പം നമുക്ക് ആ സെറ്റ് തന്നെ വേണമെന്നില്ല. നമുക്ക് ഈ ഒരു ഐബ്രോ പെൻസിൽ കൊണ്ട് തന്നെ നന്നായിട്ട് എഴുതിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം കണ്ടില്ലേ, ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ, ഒത്തിരി നല്ലൊരു എന്താ പറയാ മേക്കപ്പ് ചെയ്യുന്ന രീതിയിലൊന്നും ആവില്ല. പക്ഷെങ്കിലും നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വരച്ചിനോ വരച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം അത്യാവശ്യം ഡാർക്ക് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം കംപ്ലീറ്റ് ആയിട്ടോ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരുടെ കയ്യിലും എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്നൊന്ന് ഒരുങ്ങി പോവാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് പോവാട്ടോ. അപ്പൊ ഇപ്പം ഹെയർ ഒക്കെ അയച്ച് ഞാൻ നോക്കാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ.